ഹായ് ഗേസ്, വെൽക്കം ടു വീല്. 2025 UPC സിവിൽ സർവീസ് എക്സാമിൻ്റെ 16ാമത്തെ ചോദ്യമാണ്. നമുക്ക് വളരെ എളുപ്പമുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ എമൗണ്ട് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് മോർ ഇൻ സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഏരിയാസ് ദാൻ ഇൻ ഇക്വറ്റോറിയൽ ആൻഡ് പോളാർ റീജിയൻസ്. വളരെ എളുപ്പമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുക. സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഏരിയ ഹാവ് ലെസ് ഡ്രൈവിങ്സ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കിക്കേ. ദ എമൗണ്ട് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് മോർ അറ്റ് സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഏരിയസ് ദാൻ ഇൻ ഇക്വറ്റോറിയൽ ആൻഡ് പോളാർ റീജിയൻ. ഇക്വറ്റോറിയൽ റീജിയനിലെ ക്ലൈമറ്റ് എന്താണ്? നമുക്കിവിടെ ഹ്യൂമിഡ് ആണ്, അതുപോലെ തന്നെ ഡെൻസ് ഫോറസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഡസ്റ്റിനെ ട്രാപ്പ് ചെയ്യും. സസ്പെൻഷൻ നടക്കാതെ ഡസ്റ്റിനെ ട്രാപ്പ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യും. എവിടെ? നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനിൽ. ഇനി പോളാർ റീജിയനിലേക്ക് പോവുകയാണല്ലോ. പോളാർ റീജിയൻ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അവിടുത്തെ ഡസ്റ്റിന് മുകളിൽ എന്തായിരിക്കും? ഐസ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന രീതിയായിരിക്കും. വളരെ കുറച്ച് ബയോളജിക്കൽ ആക്ടിവിറ്റികൾ മാത്രമേ അവിടെ കാണുള്ളൂ. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞ രണ്ട് റീജിയൻ എടുത്ത് നോക്കൂ. അതായത് സബ് ട്രോപ്പിക്കലും ടെമ്പറേറ്റ് ഏരിയയ്ക്കും. അവിടെ ഉദാഹരണം വരുന്ന ഏതൊക്കെയാണ്? സബ് ട്രോപ്പിക്കലും അതുപോലെ തന്നെ ടെമ്പറേറ്റ് റീജിയൻസിനൊക്കെ ഉദാഹരണം നമ്മൾ നോക്കിക്കേ. സഹാറ വരും, അറേബ്യ വരും, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങൾ വരും. അപ്പോൾ ഈ ഭാഗങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനിലും പോളാർ റീജിയനിലും പൊടിപടലങ്ങൾ തീർത്തും കുറവാണോ? കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഏരിയ ഹാവ് ലെസ് ഡ്രൈവിൻസ്. നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് വീശി അടിക്കുന്ന പ്രധാനപ്പെട്ട ഡ്രൈവിൻഡുകളിൽ ഒന്നാണ് നമുക്ക് ഹർമാട്ടൺ പറയാം, സിറോക്കോ പറയാം, അതുപോലെ തന്നെ സാന്റാന വിൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് വീശി അടിക്കുന്ന ഡ്രൈവിൻസുകൾ നമുക്ക് പറയാം. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി ക്യാരക്ടറൈസ്ഡ് ബൈ ഡ്രൈവിൻസ് ആണ്, അല്ലാതെ ഡ്രൈവിൻഡുകൾ ഇല്ലാത്തൊരു ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ത് വരും? നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: വിത്തൗട്ട് ദ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വുഡ് ബി ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ് എവരിവെയർ ഓൺ ഇറ്റ്സ് സർഫസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചറിനെ കുറിച്ചല്ല, എവരിവെയർ ഓൺ ദ സർഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇതാണ്: ഹീറ്റ് അബ്സോർബ്ഡ് ആൻഡ് ട്രാപ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ മെയ്ഡ് ഇൻ അവർ പ്ലാനറ്റ്സ് ആവറേജ് ടെമ്പറേച്ചർ. ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആർ പർട്ടിക്കുലർലി ഗുഡ് അറ്റ് അബ്സോർബിങ് ആൻഡ് ട്രാപ്പിംഗ് റേഡിയേഷൻ. അപ്പോൾ ഇവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. വിത്തൗട്ട് ദ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വുഡ് ബി ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ് എവരിവെയർ ഓൺ ദ സർഫസ്. ഭൂമിയുടെ ഭൂമിയുടെ സർഫസിൽ എല്ലായിടത്തും താപനില എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെയായിരിക്കുമോ? ആയിരിക്കില്ല. കാരണം എവിടെയാണ്? നമ്മുടെ ഇക്വേറ്ററിൽ സൂര്യപ്രകാശം നേരെ വന്ന് പതിക്കുന്ന ഭാഗങ്ങളിൽ ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെ ആയിരിക്കത്തില്ല. അവിടെ ചിലപ്പോൾ നല്ല ഉയർന്ന നിലയിലായിരിക്കും താപനില കാണുകയുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ഈ ചോദ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെ ആകുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആകുമായിരുന്നു. ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ആകുമായിരുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഭൂമിയുടെ സർഫസിൽ എല്ലായിടത്തും ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെ ആകുമോ എന്നാണ് ചോദിച്ചിരുന്നത്. ഭൂമിയുടെ സർഫസിൽ എല്ലായിടത്തും ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെയാകില്ല. ഭൂമിയിലെ ഇക്വേറ്ററിനോട് ചേർന്ന ഭാഗങ്ങളിൽ അവിടെ നല്ല താപനിലയായിരിക്കും അനുഭവപ്പെടുകയുണ്ടായിരിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഹീറ്റ് അബ്സോർബ്ഡ് ആൻഡ് ട്രാപ്ഡ് ബൈ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ അവർ പ്ലാനറ്റ്സ് ആവറേജ് ടെമ്പറേച്ചർ. ശരിയാണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഭൂമിയുടെ താപനില 15 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നിലനിന്ന് പോകുന്നത്. ഇപ്പം നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ലെന്ന് വിചാരിക്കുക. ഭൂമിയുടെ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -18 ഡിഗ്രി ആകുമായിരുന്നു. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, വാട്ടർ വേപ്പേഴ്സ് ഇവയെല്ലാം ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയുടെ താപനില ഈ രീതിയിൽ നിലനിന്ന് പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്.
ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞേക്കുന്നതാണ്. അറ്റ്മോസ്ഫിയേഴ്സ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആർ പർട്ടിക്കുലർലി ഗുഡ് അറ്റ് അബ്സോർബിംഗ് ആൻഡ് ട്രാപ്പിംഗ് റേഡിയേഷൻ. ഇത് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ മറ്റൊരു രൂപം എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അപ്പോൾ ഇവയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഫ്രാറെഡ് റേഡിയേഷനെ ട്രാപ്പ് ചെയ്യുകയും നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ ഒക്കെ ഒരു സന്തുലിത അവസ്ഥയിലൊക്കെ നിർത്തി നമ്മുടെ അന്തരീക്ഷത്തെ താപമുള്ളതായിട്ട് നിലനിർത്തുന്നു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഇനി ഉത്തരത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എല്ലായിടത്തും ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെ പോരില്ല. ഇക്വറ്റോറിയൽ റീജിയനിൽ അത് ചിലപ്പം 50 ഡിഗ്രി ആകാം, 100 ഡിഗ്രിയൊക്കെ ആകാം. ആ ഒരു രീതിയിൽ നല്ല ഉയർന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുകയുണ്ടായിരിക്കുക. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇൻ ഇന്ത്യ ആർ ലെസ് ദാൻ 0.5 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പെർ ക്യാപിറ്റ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇൻ ടേംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഫ്രം ഫ്യൂവൽ കമ്പഷൻ ഇന്ത്യ റാങ്ക് സെക്കൻഡ് ഇൻ ഏഷ്യ പസഫിക് റീജിയൻ. തേർഡ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ ദ ലാർജസ്റ്റ് കാർബൺ സോഴ്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇന്ത്യ ആർ ലെസ് ദാൻ 0.5 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പെർ ക്യാപിറ്റ. ആണോ? അല്ല, നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 1.5 ടൺ പെർ ക്യാപിറ്റയാണ് നിൽക്കുന്നത്. 1.5 ടൺ അല്ലെങ്കിൽ അതിന് മുകളിലേക്കാണ് നമ്മുടെ പെർ ക്യാപിറ്റ എമിഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0.5 ടൺ പെർ ക്യാപിറ്റ എമിഷനാണ് നമുക്കുള്ളത്. അല്ല, അതിലും ഒത്തിരി കൂടുതലാണ്. അതിൻ്റെ ഏകദേശം 3 മടങ്ങ് നമ്മൾ പെർ ക്യാപിറ്റ എമിഷൻ നടത്തുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഇൻ ടേംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഫ്രം ഫ്യൂവൽ കമ്പഷൻ ഇന്ത്യ റാങ്ക് സെക്കൻഡ് ഇൻ ഏഷ്യ പസഫിക് റീജിയൻ. അതായത് നമ്മുടെ ഏഷ്യ പസഫിക് റീജിയനിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷനകത്ത് ഒന്നാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ഏതാ? ഒന്നാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ചൈനയാണ്. രണ്ടാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ആരുടെ കണക്ക് പ്രകാരം? IEAയുടെ കണക്കുകൾ പ്രകാരം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇൻ ഇന്ത്യ. ആണോ? ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നടക്കുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡക്ഷനിൽ നിന്നുമാണ്. പ്രധാനമായിട്ടും നമ്മുടെ എന്താ പറഞ്ഞത്, ഈ കൽക്കരിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തെർമൽ പവർ പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ, അവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം ഏതാണ്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2 and 3 ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അടുത്തത് നമുക്ക് 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകും. കൺസിഡർ ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്. നമുക്ക് 3 തരത്തിലുള്ള വാഹനങ്ങൾ തന്നിട്ടുണ്ട്. അവ ഏതെല്ലാമാണ്? അൾട്ടർനേറ്റീവ് പവർ ട്രെയിൻ വെഹിക്കിൾസ് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇത് പ്രത്യേകിച്ച് നമുക്കതിന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന്, ഫുൾ ബാറ്ററി ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്. ഹൈഡ്രജൻ പവർ ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വെഹിക്കിൾസ് ഉണ്ട്. പിന്നീട് നമ്മുടെ എന്താ പറയുക, ഫ്യൂവൽ സെൽ ഇലക്ട്രിക് ഹൈബ്രിഡ് വെഹിക്കിൾസുകളുണ്ട്. അപ്പോൾ ഇവ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവ 3 ആൾട്ടർനേറ്റീവ് പവർ ട്രെയിൻ വെഹിക്കിളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും നമുക്ക് ചിന്തിക്കാനില്ല. ഓപ്ഷൻ സി ആണ്. ഓൾ ദ 3 ആണ് ഇതിന് ഉത്തരമായിട്ട് വരിക. അത് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണത്. ഇനി നമുക്ക് 20ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അവയിൽ ഏതൊക്കെയാണ് ശരി തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിത്ത് റെഫറൻസ് ടു അൺമാൻഡ് ഏരിയയിൽ വെക്കുക. നമ്മുടെ UAV ആയിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓൾ ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു വെർട്ടിക്കൽ ലാൻഡിങ്. എല്ലാ UAVക്കും വെർട്ടിക്കൽ ലാൻഡിങ് നടത്താൻ സാധിക്കും? സാധിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഫിക്സ്ഡ് വിങ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ, അതായത് നമ്മുടെ വിമാനം പോലെ ഫിക്സ്ഡ് ആയിട്ട് അതിൻ്റെ വിങ് വെച്ചിട്ടുള്ളതിനൊന്നും വെർട്ടിക്കൽ ലാൻഡിങ് നടത്താനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ അതിന് VTOL വേണം. VTOL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമ്പ്രദായം അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്വാഡ് കോപ്റ്റേഴ്സിന് സാധിക്കും, പക്ഷേ എല്ലാ UAVക്കും അത് സാധ്യമാകില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഓൾ ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു ഓട്ടോമേറ്റഡ് ഹവറിങ്. ഇതുപോലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും. ഓട്ടോമാറ്റഡ് ഹവറിങ് നടത്താൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിങ് നടത്താൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് തെറ്റായിട്ട് ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം. ഓട്ടോമാറ്റഡ് ഹവറിങ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഹെലികോപ്റ്റേഴ്സിൽ സാധിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ക്വാഡ് കോപ്റ്റേഴ്സിൽ സാധിക്കും. അവിടെ ഈ ഫിക്സ്ഡ് വിങ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾക്കൊന്നും തന്നെ ഈ ഹവർ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം അതിന് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഫോർവേഡ് മോഷൻ അതിൻ്റെ ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ലിഫ്റ്റ് ഇല്ലെങ്കിൽ അത് താഴത്തേക്ക് എന്തായാലും പതിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്.
ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓൾ ടൈപ്പ് ഓഫ് യു എ വിസ് ക്യാൻ യൂസ് ബാറ്ററി ഓൺലി ആസ് എ സോഴ്സ് ഓഫ് പവർ സപ്ലൈ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് വേണേൽ പറയാം, ശരിയാണെന്നും തെറ്റാണെന്നും പറയാം. കാരണം എല്ലാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസും നമുക്കത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നിലവിൽ എല്ലാ യു എ വികളും ബാറ്ററി ഓപ്പറേറ്റഡ് അല്ല, ഫ്യൂവൽ യൂസ് ചെയ്ത് പറക്കുന്നതുണ്ട്, അല്ലാതെ എന്താ പറയുക ഹൈബ്രിഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മീൻസ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ യു എ വികളും ബാറ്ററി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നെ ഓൾ ടൈപ്പ് ഓഫ് യു എ വി ക്യാൻ യൂസ് ബാറ്ററി ആസ് ഓൺലി ആസ് എ പവർ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എല്ലാം വേണമെങ്കിൽ നമുക്ക് എല്ലാ യു എ വിനെ ബാറ്ററി ഉപയോഗിച്ച് പറക്കത്തക്ക രീതിയിൽ വേണേൽ ആക്കി മാറ്റി എടുക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും. വേണമെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നും പറയാം, തെറ്റാണെന്നും പറയാം. തൽക്കാലം നമുക്കിപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് എടുക്കുകയാണെങ്കിൽ ഫൈനൽ ആൻസർ ഏതാ? ഓൺലി 1 വരും. ഇനി അതല്ല ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ഡി വരും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എയ്തർ ഓൺലി 1 അല്ലെങ്കിൽ ഡി ആകാനാണ് സാധ്യത ഉള്ളത്. ചിലപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നും പറയാം, തെറ്റാണെന്നും പറയാം. എനിവേ അത് ശരിയായിട്ട് തന്നെ എടുക്കാം നമുക്ക്. അപ്പോൾ ഓൺലി 1, അത് തെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഡി.